ഖുർആൻ പരമ്പരയിൽ സൂറത്തുൽ അൻഫാലിലെ 19 വാക്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത്. 20ാമത്തെ വാക്യം മുതൽ വായിക്കാം. സന്ദർഭം ബദർ യുദ്ധമായിരുന്നു ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ഇനി വായിക്കുന്ന കാര്യങ്ങളൊക്കെ ബദർ യുദ്ധത്തിൻ്റെ സന്ദർഭത്തിലോ അല്ലെങ്കിൽ ആ യുദ്ധം കഴിഞ്ഞ പശ്ചാത്തലത്തിലോ അവതരിപ്പിച്ചതാണ് എന്ന് കരുതാനാവില്ല. വ്യാഖ്യാതാക്കളും അങ്ങനെയല്ല പറയുന്നത്. മദീനയിലെ 10 വർഷത്തെ സംഭവവികാസങ്ങൾക്കിടയിൽ പല യുദ്ധങ്ങളുടെയും സന്ദർഭങ്ങളിലും അവതരിപ്പിച്ചിട്ടുള്ള വാക്യങ്ങളാണ്. ഒരു ക്രോണോളജിയും സന്ദർഭവും ഒന്നും നോക്കാതെ ഈ അധ്യായത്തിലും വാരി വിതറിയിട്ടുള്ളത്. 20ാമത്തെ വാക്യം ഞാൻ വായിക്കാം. വിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവേയും അവൻ്റെ റസൂലിനെയും അനുസരിക്കുക. കേട്ടുകൊണ്ടിരിക്കെ നിങ്ങൾ അദ്ദേഹത്തെ വിട്ട് തിരിഞ്ഞു കളയരുത്. ഇത് പലയിടത്തും ഈ പയ്യാരം പറയുന്നുണ്ട്. മുഹമ്മദ് വളരെ ഗൗരവമുള്ള കാര്യമെന്ന് മുഹമ്മദിന് തോന്നിയത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അനുയായികൾ അതൊന്നും അത്ര കാര്യമായി ഗൗനിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു വർത്താനം പറയുക, കോട്ടാ വീട്, അല്ലെങ്കിൽ അവർ ഇറങ്ങിപ്പോവുകയൊക്കെ ചെയ്തിരുന്നു. അത്തരം സന്ദർഭങ്ങളിൽ അള്ളാഹു ഈ മുഹമ്മദിൻ്റെ മുമ്പിലിരിക്കുന്ന അനുയായികളെ ചീത്ത പറയുകയാണ്. നിങ്ങൾ റസൂൽ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കെ അവിടുന്ന് വിട്ട് തിരിഞ്ഞു കളയരുത് എന്നൊക്കെയാണ് ഇവിടെ കേസ് പറയുന്നത്. ഇങ്ങനത്തെ സന്ദർഭങ്ങൾ ഖുർആനിൽ തന്നെ പലയിടത്തും കാണാം. ഇതേ അർത്ഥത്തിലുള്ള വാക്യങ്ങൾ പലയിടത്തും പറഞ്ഞതായിട്ട് കാണാം. അതിൻ്റെ ഓരോ സന്ദർഭങ്ങളും നമ്മൾ പരിശോധിച്ചാൽ മുഹമ്മദിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മക്കയിൽ നിന്ന് വന്നവരായാലും മദീനയിലും ഉണ്ടായിരുന്നവരായാലും അവരൊന്നും മുഹമ്മദ് വലിയൊരു സംഭവമാണ് എന്നൊന്നും വിചാരിച്ചിരുന്നില്ല, വിശ്വസിച്ചിരുന്നില്ല. ഇന്നത്തെ മുസ്ലിങ്ങൾ മുഹമ്മദിനെ പടച്ചോനേക്കാളും വലിയ സൂപ്പർ പടച്ചോനായിട്ട് കാണുന്നത് പോലെ അന്നത്തെ മുഹമ്മദിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ അത്ര വലിയ ഗൗരവത്തിലൊന്നും മുഹമ്മദിനെ കണ്ടിരുന്നില്ല എന്നതിന് നിരവധി തെളിവുകൾ ഖുർആൻ്റെ തന്നെ ചരിത്രത്തിലുണ്ട്. ഇതുപോലുള്ള മറ്റൊരു സന്ദർഭം വേറൊരു വാക്യത്തിൽ നിങ്ങൾ പ്രവാചകനെ വിട്ടേച്ച് ഇറങ്ങിപ്പോവുകയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് കണ്ടമാനം ചീത്ത പറയുന്ന ഒരു വാക്യം വേറൊരു സ്ഥലത്ത് വന്നപ്പോൾ അതിൻ്റെ അവതരണ സന്ദർഭമായിട്ട് പറയുന്നത് മുഹമ്മദ് ഇങ്ങനെ പള്ളീൻ്റെ ഉള്ളിലിരുന്നിട്ട് അനുയായികളോട് ഇങ്ങനെ വയലു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുറത്ത് ഒരു കച്ചവട സംഘം വന്നു. കച്ചവട സംഘം വന്നിട്ട് ആ ബഹളം കേട്ട ഉടനെ മുഹമ്മദിൻ്റെ കൂടെ പള്ളിയിൽ ഇരുന്നുകൊണ്ട് വയലു കെട്ടിയിരുന്നവർ മുഴുവൻ മുഹമ്മദിൻ്റെ ഒരു അനുവാദം പോലും ചോദിക്കാതെ അല്ലെങ്കിൽ ഒന്നും മുഹമ്മദിനെ തീരെ മൈൻഡ് ചെയ്യാതെ എല്ലാം കൂടെ ഇറങ്ങിയിട്ട് കച്ചവടത്തിൻ്റെ പിന്നാലെ അങ്ങ് പോയി. വയലു പറയുന്ന മുഹമ്മദ് അവിടെ ഒറ്റയ്ക്കായി. ആ സമയത്ത് അള്ളാഹുവിനെ കണ്ട് ദേഷ്യം പിടിച്ചിട്ട് അള്ളാഹു ഇതുപോലത്തെ ആയത്ത് ഇറക്കിയിട്ടുണ്ട്. ഇതും അതുപോലെയുള്ള ഏതോ ഒരു സന്ദർഭത്തിൽ മുഹമ്മദ് പറയുന്നതൊന്നും അത്ര കാര്യമായിട്ട് എടുക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ദേഷ്യം പിടിച്ചിട്ട് മുഹമ്മദ് അള്ളാൻ്റെ പേരിൽ വെച്ച് കാച്ചിയതാണ്. ഇതേതാണ് കൃത്യ സന്ദർഭം എന്ന് ഒരു സബബുൻ നുസൂലും പറയുന്നില്ല, ഒരു തഫ്സീറിലും പറയുന്നില്ല. എന്തായാലും യുദ്ധത്തിന് കൊണ്ടുപോകുന്ന സന്ദർഭമാണെങ്കിൽ ആ യുദ്ധത്തിന് പോകാൻ മടിച്ചു നിന്നിരുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഒഴിവ് കഴിവുകൾ പറഞ്ഞിട്ട് യുദ്ധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച ആളുകളുണ്ടായിരുന്നു. ഒട്ടും താല്പര്യമില്ലാതെ ആടിനറക്കാൻ കൊണ്ടുപോകുന്നത് പോലെ കൊണ്ടുപോയി എന്ന് കഴിഞ്ഞ വാക്യങ്ങളിൽ തന്നെ നമ്മൾ വായിച്ചു. അങ്ങനെ അസംതൃപ്തരായിരുന്ന ആളുകളെ ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അല്ലാതെ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയല്ല, മറിച്ച് അവരെങ്ങനെ ചീത്ത പറയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തുകൊണ്ടാണ് കൂടെ നിർത്താനും അനുസരിപ്പിക്കാനും ശ്രമിച്ചിരുന്നത്. മുഹമ്മദിനെ അനുസരിപ്പിക്കാൻ വേണ്ടി മുഹമ്മദ് അള്ളാഹു എന്ന ഫേക്ക് ഐഡി എടുത്തിട്ട് ഉപയോഗിക്കുന്നതാണ് ഖുർആനിലുടനീളം കാണുന്നത്. ഈ വാക്യത്തിൽ അത് തന്നെയാണ് നമ്മൾ കാണുന്നത്. മുഹമ്മദിനെ അനുയായികൾ കാര്യമായി മൈൻഡ് ചെയ്തിരുന്നില്ല എന്നതിന് ഇത് മാത്രമല്ല, നിരവധി സന്ദർഭങ്ങളിൽ നമുക്ക് ഖുർആനിലും ചരിത്രത്തിലും തെളിവുകൾ കാണാം. അവസാനം മുഹമ്മദ് മരിച്ചപ്പോഴും നമ്മൾ കണ്ടത് മുഹമ്മദിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ലക്ഷക്കണക്കിന് എന്നാണ് പറയുന്നത്, ലക്ഷക്കണക്കിന് ആളുകൾ കൂട്ടത്തോടെ ഇസ്ലാം മതം വിട്ട് വേറൊരു പ്രവാചകൻ്റെ പിന്നാലെ പോയി. മുസൈലിമ എന്ന് പറയുന്ന വേറൊരു പ്രവാചകൻ ഉണ്ടായിരുന്നു, അയാളുടെ പിന്നാലെ പോയി എന്നാണ് പറയുന്നത്. പിന്നെ ആ മുസൈലിമയെ നേരിടാൻ വേണ്ടിയിട്ട് അബൂബക്കർ വലിയ യുദ്ധം നടത്തി. ആ യുദ്ധത്തിൽ മുസൈലിമയെ കൊന്ന് പരാജയപ്പെടുത്തിയതിന് ശേഷമാണ് പോയവരൊക്കെ തിരിച്ച് വന്നത്. അപ്പോൾ വിശ്വാസം കൊണ്ടായിരുന്നില്ല മുഹമ്മദിൻ്റെ കൂടെ ആളുകൾ കൂടിയിരുന്നത്. മുഹമ്മദിൻ്റെ കൂടെ വിശ്വാസം കൊണ്ട് കൂടിയത് ആകെ മക്കയിൽ നിന്ന് കൂടിയ 12 വയസ്സുള്ള അലിയും അബൂബക്കറും. ഇങ്ങനെ 2-3 പേര് മാത്രമാണ് മുഹമ്മദിൻ്റെ കൂടെ വിശ്വാസികളായിട്ട് കൂടിയിട്ടുള്ളത്. മദീനക്കാരുമായിട്ട് മുഹമ്മദ് കരാറുണ്ടാക്കിയത് നിങ്ങളൊക്കെ വിശ്വസിച്ചോളൂ എന്നതിൻ്റെ അടിസ്ഥാനത്തിലോ അല്ല, മറിച്ച് ഞാൻ അങ്ങോട്ട് വരാം, നമുക്ക് കുറച്ച് പണിയുണ്ട്, അതിൽ നിങ്ങൾ സഹകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും നേട്ടമുണ്ടാവും എനിക്കും നേട്ടമുണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് കൊള്ള ചെയ്യാനും സമ്പത്ത് ഉണ്ടാക്കാനും വേണ്ടിയിട്ടുള്ള കരാറായിരുന്നു
മദീനക്കാരുമായി ഉണ്ടാക്കിയിരുന്നത് എന്ന് വേണം ഇസ്ലാമിൻ്റെ ചരിത്രത്തിൻ്റെ വരികൾക്കിടയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ. അല്ലാതെ മദീനയിലുള്ള ആളുകൾ ഒരു സുപ്രഭാതത്തിൽ മക്കക്കാർക്ക് ബോധ്യപ്പെടാത്ത മുഹമ്മദിൻ്റെ പ്രവാചകത്വം അങ്ങ് പെട്ടെന്ന് ബോധ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിന് യാതൊരു യുക്തിയും കാണുന്നില്ല. കാരണം സ്വന്തം മുഹമ്മദിനെ ഏറ്റവും നന്നായി അറിയാവുന്ന മക്കയിലുണ്ടായിരുന്ന സ്വന്തം കുടുംബക്കാർക്ക് മനസ്സിലാവാത്തതും ബോധ്യപ്പെടാത്തതുമായ ഒരു കാര്യം മദീനയിലുള്ള ആളുകൾക്ക് ഹജ്ജിൻ്റെ സമയത്ത് മുഹമ്മദും അവരും തമ്മിലുള്ള ചില ഗൂഢാലോചനകളുടെ മാത്രം ഭാഗമായിട്ട് അവർക്ക് ബോധ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം 13 കൊല്ലം മക്കക്കാരെ വിശ്വസിപ്പിക്കാൻ മുഹമ്മദിൻ്റെ കയ്യിൽ യാതൊരു മരുന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെയാണ് മദീനക്കാരെ മുഹമ്മദ് വിശ്വസിപ്പിച്ചത്? മദീനക്കാരെ വിശ്വസിപ്പിച്ചതല്ല, മദീനക്കാർ വിശ്വസിച്ചതുമല്ല. അവർ വേറെ ചില ലക്ഷ്യങ്ങൾക്ക് വേണ്ടി, ചില രാഷ്ട്രീയവും സാമ്പത്തികവുമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി മുഹമ്മദുമായിട്ട് കരാറും ഗൂഢാലോചനയൊക്കെ ഉണ്ടാക്കി അതിൻ്റെ ഭാഗമായിട്ടാണ് മുഹമ്മദിനെ അവർ അനുസരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ മുഹമ്മദിൻ്റെ പ്ലാനും പദ്ധതിയും ഒക്കെ വേറെയാണ് എന്നുള്ളത് പതുക്കെ പതുക്കെയാണ് അവർക്ക് മനസ്സിലായത്. ആദ്യഘട്ടത്തിലൊന്നും മുഹമ്മദിൻ്റെ പദ്ധതികളോട് അവർക്ക് യോജിപ്പുണ്ടായിരുന്നില്ല. പിന്നെ പതുക്കെ പതുക്കെ അവരെ അനുസരിപ്പിച്ച് കൂടെ നിർത്താൻ വേണ്ടി മുഹമ്മദ് ഇങ്ങനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ മുഹമ്മദ് ഒരു സ്വേച്ഛാധിപതിയെ പോലെ പെരുമാറിയപ്പോൾ സ്വാഭാവികമായിട്ടും അനുയായികൾ മുഹമ്മദിനെ അനുസരിച്ച് തുടങ്ങി. പിന്നെ ഇതൊരു ലാഭക്കച്ചവടമാണ് എന്ന് ബോധ്യപ്പെട്ടതോടു കൂടിയാണ് മുഹമ്മദിനെ അവിടെ വേര് പിടിപ്പിക്കാൻ കഴിഞ്ഞത്. ഇതാണ് ഇസ്ലാമിൻ്റെ ചരിത്രം. അടുത്ത വാക്യം, ഞങ്ങൾ കേട്ടിരിക്കുന്നു എന്ന് പറയുകയും യാതൊന്നും കേൾക്കാതിരിക്കുകയും ചെയ്തവരെ പോലെ നിങ്ങളാകരുത്. ആ പറഞ്ഞത് മറ്റേതിൻ്റെ തുടർച്ചയാണ്. കാരണം ഞാൻ പറഞ്ഞത് കേട്ടില്ലേ എന്ന് വെച്ചാൽ കേട്ടു എന്ന് പറയും. എന്താണ് കാര്യം എന്നുള്ളത് അവർ ശ്രദ്ധിച്ചിട്ടും മനസ്സിലാക്കിയിട്ടും ഉണ്ടാവില്ല. കാരണം അത്രയും താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇയാൾ എന്തൊക്കെയോ വട്ട് പറയുന്നു, അതൊന്നും നമുക്ക് വലിയ പ്രശ്നമല്ല, നമുക്ക് വല്ല സ്വത്തും മുതലും കിട്ടിയാൽ കൊള്ളാം, അതിനുള്ള ഏർപ്പാട് ചെയ്താൽ മതി, അതിനും വലിയ മെനക്കെടൊന്നും ഇല്ലാത്ത കാര്യങ്ങൾക്ക് പോയാൽ മതി, കച്ചവട സംഘത്തിനൊക്കെ ആണെങ്കിൽ നമുക്ക് പോയി കൊള്ളയടിക്കാം, അല്ലാതെ നമ്മളിങ്ങനെ പോയി യുദ്ധം ചെയ്ത് കണ്ടൊന്നും വലിയ റിസ്ക് എടുക്കേണ്ട കാര്യമൊന്നുമില്ല, ഇയാൾ എന്തൊക്കെയോ പൊട്ടത്തരം പറയുകയാണ് എന്ന ഒരു ഭാവത്തിലായിരുന്നു മുഹമ്മദിൻ്റെ മുമ്പിൽ വായും പൊളിച്ചിരുന്ന അനുയായികൾ ഇരുന്നിരുന്നത് എന്നതാണ് ഈ ഖുർആൻ വാക്യങ്ങളിലൂടെ നമുക്ക് ബോധ്യപ്പെടുന്നത്. ഞങ്ങൾ കേട്ടിരിക്കുന്നു എന്ന് പറയുകയും യാതൊന്നും കേൾക്കാതിരിക്കുകയും ചെയ്തവരെ പോലെ നിങ്ങളാകരുത്. 22, തീർച്ചയായും ജന്തുക്കളുടെ കൂട്ടത്തിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും മോശമായവർ ചിന്തിച്ച് മനസ്സിലാക്കാത്ത ഊമകളും ബധിരരുമാകുന്നു. ദേഷ്യം പിടിച്ചു നല്ലോണം. കാരണം മുമ്പിലിരിക്കുന്ന ആളുകൾ തന്നെ മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതും ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല എന്നുള്ളതും തന്നെ കാര്യമായി എടുക്കുന്നില്ല എന്നുള്ളതും താൻ പറയുന്നത് കൃത്യമായിട്ട് അനുസരിക്കുന്നില്ല എന്നതും മുഹമ്മദിൻ്റെ മനസ്സിൽ അരിശമുണ്ടാക്കി. മുഹമ്മദിൻ്റെ അരിശമാണ് അല്ലാഹു എന്ന പ്രപഞ്ച സൃഷ്ടാവിൻ്റെ അരിശമായിട്ടും ചീത്തവിളിയായിട്ടും പുറത്തേക്ക് വരുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഈ ചീത്ത പറയുന്നതിൽ ഉപയോഗിച്ചിട്ടുള്ള വാക്കുകൾ തന്നെയാണ്. തീർച്ചയായും ജന്തുക്കളുടെ കൂട്ടത്തിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും മോശമായവർ, മനുഷ്യരെ ജന്തുക്കൾ എന്ന് വിളിച്ചു. മാത്രമല്ല ഏറ്റവും മോശമായവർ ചിന്തിച്ച് മനസ്സിലാക്കാത്ത ഊമകളും ബധിരരുമാകുന്നു. ആ പറഞ്ഞതിൽ അങ്ങേയറ്റത്തെ സംസ്കാര ശൂന്യത നമുക്ക് കാണാൻ കഴിയും. ബധിരരും ഊമകളും എന്ന് പറയുന്നത് മനുഷ്യർക്കിടയിലെ വലിയൊരു വിഭാഗം ആളുകൾക്ക് ജന്മനാ ലഭിച്ചിട്ടുള്ള ശാരീരികമായിട്ടുള്ള പരിമിതികളുള്ള ആളുകളാണ്. അവരെ ആ തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് സംബോധന ചെയ്യുക അല്ലെങ്കിൽ മറ്റുള്ളവരെ ചീത്ത വിളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ശാരീരിക പരിമിതിയുള്ള ആളുകളെ നമ്മളാരും ഊമ, പൊട്ടൻ, ബധിരൻ, അന്ധൻ എന്നൊന്നും പറഞ്ഞിട്ട് മറ്റുള്ളവരെ കളിയാക്കുകയോ അധിക്ഷേപിക്കുകയോ ചെയ്യില്ല. കാരണം അന്ധത ബാധിച്ചവരും ബധിരത ബാധിച്ചവരും മൂകത ബാധിച്ചവരുമായിട്ടുള്ള ആളുകളും വികാരവിചാരങ്ങളുള്ള മനുഷ്യരാണ്, നമ്മളെപ്പോലുള്ള മനുഷ്യരാണ്. തുല്യമായ അവകാശങ്ങളുള്ള മനുഷ്യരായിട്ടാണ് ഇന്ന് അങ്ങനെയുള്ളവരെയും കണക്കാക്കുന്നത്. അവരെയൊന്നും ഇത്തരത്തിൽ അധിക്ഷേപിക്കാൻ പാടില്ല. മറ്റുള്ളവരെ അധിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ആളുകളെ അധിക്ഷേപ വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കുന്നതും സംസ്കാരമുള്ള ഒരു മനുഷ്യൻ ചെയ്യുന്ന കാര്യമല്ല. പിന്നെ ദൈവത്തിൻ്റെ കാര്യം പറയാനല്ല, ദൈവം അതൊക്കെ മനസ്സിലാക്കാൻ മാത്രം ഔന്നത്യമുള്ള ഒരാളായിരിക്കണം ദൈവമുണ്ടെങ്കിൽ. ഇവിടെ മുഹമ്മദിൻ്റെ സംസ്കാരമാണ് മുഹമ്മദിൻ്റെ വായിലൂടെ ഈ പുറത്തേക്ക് വരുന്നത്. ജന്തുക്കളിൽ വെച്ച് ഏറ്റവും നികൃഷ്ടരാണ് നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കാത്ത അന്ധരും ബധിരരും മൂകരുമാണ് എന്നൊക്കെ പറയുന്നത് മുഹമ്മദിൻ്റെ സംസ്കാരമാണ്. മുഹമ്മദിന് അതിലപ്പുറത്തുള്ള ഒരു സാംസ്കാരികമായിട്ടുള്ള
മഹത്വവും മേന്മയും ഒന്നും ആർജിക്കാൻ കഴിഞ്ഞിരുന്നില്ല. മുഹമ്മദ് ഒരു അപരിഷ്കൃതനായ ഗോത്ര മനുഷ്യനായിരുന്നു. ആ ഗോത്ര മനുഷ്യൻ്റെ അപരിഷ്കൃതത്വത്തിൻ്റെ ഉൽപ്പന്നമായി അയാളുടെ നാവിലൂടെ പുറത്തേക്ക് വന്ന അയാളുടെ തലച്ചോറിനകത്ത് നിന്നുള്ള വാക്കുകളും വാക്യങ്ങളുമാണ് ഇത് എന്നതിന് ഇതൊക്കെ തന്നെയാണ് തെളിവ്. ഒരിക്കലും ഒരു ദൈവം താൻ തന്നെ സൃഷ്ടിച്ചു വിട്ട അന്ധരും ബധിരരും മൂകരുമായിട്ട് താൻ തന്നെ സൃഷ്ടിച്ചു വിട്ട മനുഷ്യരെ ആ കാര്യം പറഞ്ഞുകൊണ്ട് അധിക്ഷേപിക്കുകയില്ല. വലീദ് ബിൻ മുഗീറ എന്ന മനുഷ്യൻ്റെ മൂക്ക് ലേശം നീളമുള്ളത് നോക്കിയിട്ടാണ് ആ മനുഷ്യനോട് ദേഷ്യം വന്നപ്പോൾ നിൻ്റെ തുമ്പിക്കൈയിൽ ഞാൻ അടയാളം കുത്തും എന്ന് ബോഡി ഷെയ്മിങ് നടത്തിയത് ഈ അള്ളാഹു. അപ്പോൾ ആ അള്ളാഹു ആരാണ് എന്നത് സാമാന്യ ബുദ്ധി കൊണ്ട് നമ്മൾ ആലോചിച്ചാൽ അറിയാം. മുഹമ്മദ് തന്നെയാണ് അള്ളാഹു. മുഹമ്മദിൻ്റെ ഫേക്ക് ഐ ഡി തന്നെയാണ് അള്ളാഹു. അല്ലാതെ പ്രപഞ്ചം സൃഷ്ടിച്ച ഒരു ദൈവത്തിന് ഒരിക്കലും ഈ ഒരു നിലവാരത്തിലേക്കോ ഈ ഒരു സംസ്കാരത്തിലേക്കോ തരം താഴാൻ കഴിയില്ല എന്നതുകൊണ്ടാണ് ഈ ഖുർആൻ വായിച്ചപ്പോൾ ഇത് പടച്ചോൻ്റെ അല്ല എന്ന് നമ്മളൊക്കെ തീരുമാനിച്ചത്. ഈ സൃഷ്ടികളിൽ ഏറ്റവും നികൃഷ്ടർ എന്നും അന്ധരും ബധിരരും ചിന്തിക്കാത്തവർ എന്നൊക്കെ പറഞ്ഞ് ഈ പരിഹസിക്കുന്നതും അധിക്ഷേപിക്കുന്നതും പഴയ നളർ ബിൻ ഹാരിസിനെയും പിന്നെ വലീദ് ബിൻ മുഗീറയെയും ഒക്കെ തന്നെയാണ് എന്ന് മുഫസ്സിറുകൾ എഴുതി വച്ചിട്ടുണ്ട്. അപ്പോൾ മക്കയിൽ നിന്ന് പോന്നെങ്കിലും മക്കയിലുണ്ടായിരുന്ന മുഹമ്മദിൻ്റെ എതിരാളികളോടുള്ള പക മുഹമ്മദിൻ്റെ മനസ്സിൽ നിന്നും മാഞ്ഞു പോയിട്ടില്ല. ആ പക മനസ്സിൽ വെച്ചുകൊണ്ട് അവരെപ്പോഴും മദീനയിൽ വെച്ചും അവരെ അധിക്ഷേപിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാവുന്നത്. എന്തായിരുന്നു നളർ ബിൻ ഹാരിസിനോടൊക്കെ ഉണ്ടായിരുന്ന ദേഷ്യത്തിന് കാരണം? ഇങ്ങേര് പറയുന്ന എല്ലാ പൊട്ടക്കഥകളുടെയും യഥാർത്ഥ ഉറവിടം എന്താണ് എന്ന് കൃത്യമായിട്ട് അറിയാവുന്ന നല്ല വിവരമുള്ള മനുഷ്യനായിരുന്നു നളർ ബിൻ ഹാരിസ്. അദ്ദേഹം സാഹിത്യകാരനും കവിയും അതുപോലെ തന്നെ തത്വചിന്തകനും ഇതെല്ലാം പഠിച്ച ആളുമായിരുന്നു. അതുകൊണ്ട് മുഹമ്മദ് പറയുന്ന സകല മണ്ടത്തരങ്ങളെയും മക്കയിൽ പൊളിച്ചു കാണിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പണി. അതുകൊണ്ടാണ് നളർ ബിൻ ഹാരിസിനോട് ഇത്രയധികം പക തോന്നിയത്. ആ നളർ ബിൻ ഹാരിസിനെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് അന്ധൻ, ബധിരൻ, മൂകൻ, ചിന്തിക്കാത്ത ജന്തു എന്നൊക്കെ പറഞ്ഞ് ഈ ചീത്ത വിളിക്കുന്നത്. അവസാനം ബദർ യുദ്ധത്തിൽ ആ മനുഷ്യനെ തടവുകാരനായി പിടിച്ച് ആ തടവുകാരെ എന്ത് ചെയ്യണം എന്നതിൻ്റെ തീരുമാനവും ചർച്ചയും നടക്കുന്നതിന് മുമ്പ്, അള്ളാൻ്റെ ആയത്ത് ഇറങ്ങുന്നതിന് മുമ്പ്, ഉമറും അബൂബക്കറൊക്കെ അഭിപ്രായം പറയുന്നതിന് മുമ്പ് തന്നെ ആ നളർ ബിൻ ഹാരിസിനെ മുഹമ്മദ് കൊന്നു തള്ളി എന്നുള്ളതാണ്. കാരണം അത്രമാത്രം പക ഈ മനുഷ്യനോടും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഉഖബ അതുപോലെ വലീദ് തുടങ്ങിയിട്ടുള്ള ആളുകളോടും മുഹമ്മദ് വെച്ച് പുലർത്തിയിരുന്നു. ആ പകയാണ് ഇപ്പോഴും മുഹമ്മദിൻ്റെ വായിലൂടെ തെറിവാക്കുകളായിട്ടും അധിക്ഷേപങ്ങളായിട്ടും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ അവരെയൊക്കെ സൃഷ്ടിക്കുകയും അവരെയൊക്കെ അങ്ങനെ ആക്കുകയും ചെയ്തത് ഞാൻ തന്നെയാണ് എന്ന് പറയുന്ന അതേ പ്രപഞ്ച സൃഷ്ടാവാണ് ഈ പറയുന്നതെങ്കിൽ ആ പ്രപഞ്ച സൃഷ്ടാവിൻ്റെ നിലവാരത്തെക്കുറിച്ച് ഇനി ഞാൻ അധികം ആവർത്തിച്ച് ബോറടിപ്പിക്കുന്നില്ല. 23 അവർ നന്മയുള്ളവരായി അള്ളാഹു അറിഞ്ഞിരുന്നെങ്കിൽ അവരെ അവൻ കേൾപ്പിക്കുക തന്നെ ചെയ്യുമായിരുന്നു. അവരെ അവൻ കേൾപ്പിച്ചിരുന്നെങ്കിൽ തന്നെ അവർ അവഗണിച്ചുകൊണ്ട് തിരിഞ്ഞു കളയുമായിരുന്നു. ഇത് ബനു അബ്ദുൽ ദർ എന്ന് പറയുന്ന ഒരു കുടുംബക്കാരെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത് എന്നാണ് മുഫസ്സിറുകൾ എഴുതി വച്ചിട്ടുള്ളത്. ആ കുടുംബത്തിൽപ്പെട്ട ആൾക്കാരായിരുന്നു മുഹമ്മദിനെ ഏറ്റവും കൂടുതൽ വിമർശിച്ചിരുന്ന ആളുകൾ. അതുകൊണ്ട് അവരോടുള്ള ദേഷ്യം കൊണ്ട് അവരെ ഇനി ഇതൊന്നും കേൾപ്പിച്ചിട്ടും കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മദീനയിൽ വന്ന് വീണ്ടും ഈ മക്കക്കാരെ ചീത്ത വിളിക്കുക എന്നതിനപ്പുറത്ത് ഒരർത്ഥവും ഇതിനൊന്നുമില്ല. ഇതിലൊക്കെ എവിടെയാണ് ദൈവീകത? ഇതിലൊക്കെ എവിടെയാണ് അമാനുഷികത? ഇതൊക്കെ മാനുഷികമായിട്ടുള്ള വികാരങ്ങൾ തന്നെയാണ്. മനുഷ്യൻ ഇങ്ങനെയൊക്കെ വിളിച്ചു പറയും, അതിൽ യാതൊരു സംശയവും വേണ്ട. ആ മനുഷ്യൻ്റെ നിലവാരവും സംസ്കാരവും അയാളുടെ സാഹചര്യങ്ങളോ വിചാരങ്ങളോ അനുസരിച്ച് ഇങ്ങനെയൊക്കെ പല സന്ദർഭങ്ങളിൽ വിളിച്ചു പറയും. പക്ഷേ ഒരു ദൈവം തൻ്റെ സൃഷ്ടികളെക്കുറിച്ച് ഇതുപോലുള്ള മണ്ടത്തരങ്ങൾ പറയുമോ? 24 നിങ്ങൾക്ക് ജീവൻ നൽകുന്ന കാര്യത്തിലേക്ക് നിങ്ങളെ വിളിക്കുമ്പോൾ സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനും റസൂലിനും ഉത്തരം നൽകുക. മനുഷ്യനും അവൻ്റെ മനസ്സിനും ഇടയിൽ അള്ളാഹു മറയിടുന്നതാണ് എന്നും അവങ്കലേക്ക് നിങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുമെന്നും നിങ്ങൾ അറിഞ്ഞുകൊള്ളുക. ജീവൻ നൽകുന്ന കാര്യത്തിലേക്കാണ് നിങ്ങളെ ക്ഷണിക്കുന്നത് എന്നൊക്കെ പറയുന്നത് മുഹമ്മദിൻ്റെ മനസ്സിലുള്ള പ്ലാൻ എന്തായിരുന്നു എന്നുള്ളത് കൃത്യമായിട്ട് അറിയാത്ത ആളുകളെ മുഹമ്മദ് സംബോധന ചെയ്യുന്നതാണ്. കൊള്ള മുതലുണ്ടാക്കി കൊടുത്ത് അവരെ കൂടി സമ്പന്നരാക്കിക്കൊണ്ട് മദീനയിൽ തൻ്റേതായ ഒരു ഏകാധിപത്യ സാമ്രാജ്യം സൃഷ്ടിക്കുക എന്നതൊക്കെ ആയിരുന്നു മുഹമ്മദിൻ്റെ പദ്ധതി. അതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് കൂടി ജീവിതം നൽകുന്നതിന് വേണ്ടിയുള്ള പരിപാടിക്ക് നിങ്ങളെ വിളിക്കുമ്പോൾ നിങ്ങളതിൽ പുറംതിരിഞ്ഞു നിൽക്കരുത്. നിങ്ങളുടെ മനസ്സിലേക്ക് ഇതൊന്നും കയറാത്തത്
അള്ളാഹു നിങ്ങളുടെ ഹൃദയങ്ങൾക്കൊരു മറ വെച്ചതുകൊണ്ടാണ് എന്ന് നിങ്ങൾ അറിയണം എന്നാണ്. അതായത് നിങ്ങൾക്ക് ഇതൊന്നും വേണ്ടത്ര കണ്ട് മനസ്സിലാകുന്നില്ലെങ്കിൽ, ബോധ്യപ്പെടുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ പറയുന്നതൊന്നും ശ്രദ്ധിക്കാൻ നിങ്ങൾക്ക് അത്ര മനസ്സ് വരുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ ഹൃദയങ്ങളെ അള്ളാഹു നിയന്ത്രിക്കുന്നത് കൊണ്ടാണ് എന്ന് നിങ്ങൾ അറിയണം എന്ന് പറഞ്ഞിട്ട് അവർ മൈൻഡ് ചെയ്യാതിരുന്നതിൻ്റെ കൂടി ഉത്തരവാദിത്വം അള്ളാഹു ഏറ്റെടുക്കുകയാണ്. അവരെ യുദ്ധത്തിനും അക്രമത്തിനും കൊണ്ടുപോകാൻ വേണ്ടി മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്നത്. ഇവിടെ അള്ളാഹുവാണ് മനുഷ്യൻ്റെ ഹൃദയങ്ങളെ നിയന്ത്രിക്കുന്നത് എന്ന് പറയുന്നതിനെക്കുറിച്ച് മുഫസ്സിറുകൾ വാചാലരാകുന്നുണ്ട്. അമാനി മൗലവി തൻ്റെ തഫ്സീറിൽ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഈ കാണുന്നത്. അനസ് പറയുകയാണ്, നബി ധാരാളമായി ഇപ്രകാരം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു: ഹൃദയങ്ങളെ മാറ്റം വരുത്തുന്നവനെ, എൻ്റെ ഹൃദയത്തെ നിൻ്റെ മതത്തിൽ ഉറപ്പിച്ച് നിർത്തേണമേ. അങ്ങനെ ഞങ്ങൾ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലേ, ഞങ്ങൾ അങ്ങയിലും അങ്ങൊന്ന് കൊണ്ടുവന്നതിലും വിശ്വസിക്കുന്നു. ഞങ്ങളെക്കുറിച്ചും അങ്ങൊന്ന് ഹൃദയമാറ്റം സംഭവിക്കുന്നതിനെ ഭയപ്പെടുന്നുണ്ടോ? തിരുമേനി പറഞ്ഞു, അതേ, ഹൃദയങ്ങൾ അള്ളാഹുവിൻ്റെ 2 വിരലുകൾക്കിടയിലാണ്. അവൻ അവയെ തിരിച്ചു മറിക്കുന്നു. മനുഷ്യരുടെ ഹൃദയങ്ങൾ അള്ളാഹുവിൻ്റെ 2 വിരലിൻ്റെ ഇടയിലാണ്. അവിടെ ഇട്ടിട്ട് അള്ളാഹു ഇങ്ങനെ തിരിച്ച് കളിക്കുകയാണെന്ന്. ഈ അർത്ഥത്തിലുള്ള വേറെയും ഹദീസുകൾ കാണാം. ഒരു റിവായത്തിൽ അവൻ ഉദ്ദേശിച്ചാൽ അവൻ അതിനെ തെറ്റിക്കുകയും അവൻ ഉദ്ദേശിച്ചാൽ അവൻ അതിനെ ചൊവ്വിന് നിർത്തുകയും ചെയ്യുന്നു എന്നുകൂടി നബി പറഞ്ഞതായുണ്ട്. ഇത് നബിയല്ല, ഇത് അള്ളാഹ് തന്നെ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്. അബ്ദുല്ലാഹിബ്നു അംർ നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ റസൂൽ ഇങ്ങനെ പറഞ്ഞതായി ഉദ്ധരിക്കുന്നു: ഹൃദയങ്ങളെ കൈകാര്യം ചെയ്യുന്നവനായ അള്ളാഹുവേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ നിന്റെ വഴിപ്പാടിലേക്ക് നീ തിരിച്ചുവിടണമേ. നബി സത്യം ചെയ്തു പറയുമ്പോൾ ഇല്ലാ, ഹൃദയങ്ങളെ തിരിച്ചു മറിക്കുന്നവൻ തന്നെയാണ് എന്നിങ്ങനെ പറയാറുണ്ടായിരുന്നതായി ബുഖാരിയും മറ്റും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ മനുഷ്യൻ്റെ ഹൃദയങ്ങൾ കൊണ്ട് ഇങ്ങനെ തിരിച്ചും മറിച്ചും അമ്മാനമാടി കളിക്കുന്നത്, മനുഷ്യൻ്റെ ഹൃദയം എന്ന് പറയുന്നത് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് മനസ്സാണ്. കാരണം മനുഷ്യൻ്റെ ഹൃദയത്തിലാണ് മനസ്സ് എന്നായിരുന്നു 6-ാം നൂറ്റാണ്ടിലും 7-ാം നൂറ്റാണ്ടിലും 8-ാം നൂറ്റാണ്ടിലുമൊക്കെ പൊതുവേ ലോകത്തുള്ള എല്ലാ മനുഷ്യരും തെറ്റിദ്ധരിച്ചിരുന്നത്. മസ്തിഷ്കത്തെക്കുറിച്ചൊക്കെയുള്ള അറിവുകൾ ലഭിച്ചതിന് ശേഷമാണ് മനുഷ്യൻ്റെ മനസ്സ് പ്രവർത്തിക്കുന്നത് മസ്തിഷ്കത്തിലാണെന്ന്, ഹൃദയം എന്ന് പറയുന്നത് വെറും രക്തം പമ്പ് ചെയ്യാനുള്ള ഒരു മോട്ടോർ മാത്രമാണ് എന്നും മനുഷ്യൻ മനസ്സിലാക്കിയത്. പക്ഷേ ആ മനുഷ്യൻ മനസ്സിലാക്കുന്നതിന് മുമ്പ് മനുഷ്യനോ മനുഷ്യൻ്റെ ദൈവങ്ങൾക്കോ അതറിയില്ലായിരുന്നു, അള്ളാഹുവിനും അതറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് അള്ളാഹു ഈ മണ്ടത്തരം ഖുർആനിലൂടെ നീളം ആവർത്തിച്ചിട്ടുള്ളത്. എന്നിട്ട് ആ മനുഷ്യൻ്റെ മനസ്സ് അഥവാ ഹൃദയത്തിനെ നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ്. വിരലിൻ്റെ അടിയിലിട്ടിട്ട് അങ്ങോട്ടും തിരിക്കുന്നത് അള്ളാഹുവാണ്. അപ്പോൾ ഒരാൾ വിശ്വസിക്കണോ വിശ്വസിക്കണ്ടേ, ഒരാൾ അള്ളാഹുവിനെ തന്നെ അനുസരിക്കണോ അനുസരിക്കണ്ടേ എന്നൊക്കെ തീരുമാനിക്കുന്നത് അള്ളാഹുവാണ്. അപ്പോൾ എന്നിട്ട് അള്ളാഹുവിനോട് നമ്മളിങ്ങനെ സദാസമയം എൻ്റെ മനസ്സിനെ നേർക്കാക്കണേ നേർക്കാക്കണേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം എന്നൊക്കെയാണ് നബി പഠിപ്പിച്ചിട്ടുള്ളതെന്നാണ്. ഇനി ഹൃദയങ്ങളെ അള്ളാഹു നിയന്ത്രിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞ് അവസാനം കൺക്ലൂഡ് ചെയ്തുകൊണ്ട് അമാനി മൗലവി എഴുതുന്നത് ഇങ്ങനെയാണ്: മനുഷ്യഹൃദയം അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലാണുള്ളത്. അതിൽ എന്ത് മാറ്റം വരും, എന്ത് വേണം, എപ്പോൾ വേണം, എങ്ങനെ വേണം എന്നൊക്കെ അറിയുന്നവനും നിശ്ചയിക്കുന്നവനും അവൻ തന്നെ. മനുഷ്യൻ അതിൽ സ്വതന്ത്രനല്ല. പിന്നെ എന്തിനാണ് ഈ മനുഷ്യനെ ജന്തുവോ കുരങ്ങ നായേ എന്നൊക്കെ വിളിച്ചുകൊണ്ട്, തന്തയ്ക്ക് വറക്കാത്തവൻ എന്നൊക്കെ വിളിച്ചുകൊണ്ട് ഈ പടച്ചോൻ മനുഷ്യൻ്റെ പിന്നാലെ തെറിയും ചീത്തയും വിളിച്ചുകൊണ്ട് നടക്കുന്നത്? എന്തിനാണ് ഈ പടച്ചോൻ മനുഷ്യനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്? മനുഷ്യനെ നിയന്ത്രിക്കുന്നതും മനുഷ്യൻ എന്ത് ചിന്തിക്കണം, എന്ത് പ്രവർത്തിക്കണം എന്നൊക്കെ നിയന്ത്രിക്കുന്നതും പൂർണ്ണമായി തീരുമാനിക്കുന്നതും ഒക്കെ ഈ ദൈവം തന്നെയാണെങ്കിൽ, മനുഷ്യൻ ഒരു കാര്യത്തിൽ ഒരു സ്വാതന്ത്ര്യവുമില്ല എങ്കിൽ പിന്നെ ആ മനുഷ്യനെ ദൈവത്തിൻ്റെ തീരുമാനങ്ങൾ അനുസരിച്ച് പ്രവർത്തിച്ചതിന് ഈ ദൈവം തന്നെ ഇങ്ങനെ ചീത്തയും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് നടക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? 25. ഒരു പരീക്ഷണം, ശിക്ഷ വരുന്നത് നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക. അത് ബാധിക്കുന്നത് നിങ്ങളിൽ നിന്നുള്ള അക്രമികൾക്ക് പ്രത്യേകമായിട്ടാവുകയില്ല. അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുക. ഈ ഭീഷണിയിലുമുണ്ട് തികഞ്ഞ അനീതി. എന്താ ഇവിടെ പറയുന്നത്? നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ആ തെറ്റ് ചെയ്തവർക്ക് മാത്രമായിരിക്കില്ല ശിക്ഷ, നിരപരാധികളെയും ഞാൻ ശിക്ഷിക്കും. അതാണ് എൻ്റെ സ്വഭാവം എന്നാണ് ഇവിടെ അള്ളാഹുവിൻ്റെ പേരിൽ പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മളെ ഇസ്രായേൽ ഇപ്പോൾ ചെയ്യുന്ന പണി അള്ളാഹു ചെയ്യും എന്നർത്ഥം. അവരുടെ 1500 ആൾക്കാരെ ഇവിടുന്ന് കുറച്ച് തീവ്രവാദി അക്രമികൾ അവിടെ പോയിട്ട് കൊന്നു എന്നതിൻ്റെ പേരിൽ നിരപരാധികളായ പിഞ്ചു കുഞ്ഞുങ്ങളടക്കം ഗാസയിലുള്ള 1,00,000-ഓളം മനുഷ്യരെ ഇസ്രായേൽ ബോംബ് വെച്ച് കൊന്നു. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഹമാസിനെ പിടികൂടാൻ വേറെ നിവൃത്തിയില്ല എന്നതുകൊണ്ട് ആണ് ഞങ്ങളങ്ങനെ ചെയ്തത് എന്നൊരു ന്യായമെങ്കിലും പറയാൻ കഴിയും.
പക്ഷേ സർവശക്തനായ അള്ളാഹു ഇസ്രായേലിനേക്കാളും വലിയ ക്രൂരതയാണ് ഇവിടെ പറയുന്നത്. നിങ്ങളിൽ ആരെങ്കിലും എന്തെങ്കിലും അനുസരണക്കേടോ തെറ്റോ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ കൂട്ടത്തോടെ നിരപരാധികളായ നിങ്ങളെ കുട്ടികളടക്കം എല്ലാവരെയും ശിക്ഷിക്കും എന്ന്. അപ്പോൾ തെറ്റ് ചെയ്ത ആളുകളെ തെരഞ്ഞു പിടിച്ച് ശിക്ഷിക്കാനുള്ള ടെക്നോളജിയൊന്നും അള്ളാഹിൻ്റെ കയ്യിലില്ല. അള്ളാഹു നീതിമാനാണ്, സർവജ്ഞാനി സർവശക്തനുമാണ്. അള്ളാഹുവിന് അറിയില്ലേ ആരാണ് തെറ്റ് ചെയ്തതെന്ന്? അള്ളാഹുവിന് കഴിയില്ലേ തെറ്റ് ചെയ്തവരെ മാത്രം പിടിച്ച് ശിക്ഷിക്കാൻ? പിന്നെ എന്തിനാണ് നിരപരാധികളെ കൂടെ കൂട്ടിയിട്ട് കൂട്ടശിക്ഷ നടത്തുന്നത്? ഈ മാതിരി തെമ്മാടിത്തം ചെയ്യുന്ന ഒരാളെങ്ങനെയാണ് നീതിമാനാവുക? 26. നിങ്ങൾ ഭൂമിയിൽ ബലഹീനരായി ഗണിക്കപ്പെട്ടിരുന്ന കുറച്ച് പേർ മാത്രമായിരുന്ന സന്ദർഭം നിങ്ങൾ ഓർക്കുക. ജനങ്ങൾ നിങ്ങളെ റാഞ്ചിയെടുത്ത് കളയുമെന്ന് നിങ്ങൾ ഭയപ്പെട്ടിരുന്നു. എന്നിട്ട് അവൻ നിങ്ങൾക്ക് ആശ്രയം നൽകുകയും അവൻ്റെ സഹായം കൊണ്ട് നിങ്ങൾക്ക് പിൻബലം നൽകുകയും വിശിഷ്ട വസ്തുക്കളിൽ നിന്ന് നിങ്ങൾക്ക് ഉപജീവനം നൽകുകയും ചെയ്തു, നിങ്ങൾ നന്ദിയുള്ളവരാകുവാൻ വേണ്ടി. മക്കയിൽ നിന്ന് മുഹമ്മദിൻ്റെ കൂടെ പോകുന്ന ആളുകൾ മക്കയിലായിരുന്നപ്പോഴും ദരിദ്രരായിരുന്നു. അവരുടെ കയ്യിൽ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അവർക്ക് സമ്പത്തും പദവികളും ഒന്നും ഉണ്ടായിരുന്നില്ല. അവിടുത്തെ തെണ്ടി തിരിഞ്ഞ് നടന്നിരുന്ന കുറച്ച് ആൾക്കാരാണ്. അവരെ മുഹമ്മദ് മദീനയിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നപ്പോഴും അവർക്ക് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. അവർ നിരാശരായിരുന്നു. പക്ഷേ മദീനയിൽ വന്ന് മുഹമ്മദ് കൊള്ളയും പരിപാടിയും തുടങ്ങിയതോടുകൂടി സമ്പത്ത് വരാൻ തുടങ്ങി, അഭിവൃദ്ധി വരാൻ തുടങ്ങി, അവരുടെയൊക്കെ ജീവിത നിലവാരം ഉയർന്നു. അങ്ങനെ സമ്പത്തൊക്കെ വന്ന് ജീവിത നിലവാരമൊക്കെ ഉയർന്ന സമയത്ത് മുഹമ്മദിനെ അവർ അനുസരിക്കാതിരിക്കുന്നു എന്ന തോന്നലുണ്ടായ സമയത്ത് മുഹമ്മദ് അവരോട് പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ മക്കയിലായിരുന്നപ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു? നിങ്ങൾ പേടിച്ചല്ലേ അവിടെ കഴിഞ്ഞിരുന്നത്? നിങ്ങൾക്കവിടെ ദാരിദ്ര്യമായിരുന്നില്ലേ? എന്നിട്ട് അവൻ നിങ്ങൾക്ക് ആശ്രയം നൽകുകയും അവൻ്റെ സഹായം കൊണ്ട് നിങ്ങൾക്ക് പിൻബലം നൽകുകയും വിശിഷ്ട വസ്തുക്കളിൽ നിന്ന് നിങ്ങൾക്ക് ഉപജീവനം നൽകുകയും ചെയ്തു, നിങ്ങൾ നന്ദിയുള്ളവരാകാൻ വേണ്ടി. അപ്പോൾ കൊള്ള ചെയ്തിട്ട് മുതലൊക്കെ ഉണ്ടാക്കി നിങ്ങൾക്ക് സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി തന്നത് അവനാണ്. ആര്? അള്ളാഹു. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് നന്ദി കാണിക്കണം. അള്ളാഹു ഇതൊക്കെ ചെയ്ത് തന്നത് അള്ളാഹുവിന് നന്ദി കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. നന്ദിക്കൊതിയനാണ് അള്ളാഹു, സ്തുതിക്കൊതിയനാണ് അള്ളാഹു, ആരാധനക്കൊതിയനാണ് അള്ളാഹു, എല്ലാം തികഞ്ഞിരിക്കുന്ന സർവ്വസമ്പൂർണനുമാണ് അള്ളാഹു. ആ അള്ളാഹുവിന് ഈ പാവം മനുഷ്യരുടെ നന്ദി കിട്ടാൻ വേണ്ടിയിട്ട് മൂപ്പര് ആ മനുഷ്യരെ കൊണ്ട് കൊള്ളയടിപ്പിച്ച് കൊള്ളയിൽ ഒപ്പം കൂടിക്കൊടുത്ത്, കൊള്ള ചെയ്യുമ്പോൾ വെട്ടാനും കുത്താനും കൂടിക്കൊടുത്ത്, എന്നിട്ട് അവരുടെ മുതൽ സമ്പാദിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് അതിന് 20% കമ്മീഷനും വാങ്ങി. ഇതാണ് അള്ളാഹു. ഈ അള്ളാഹു മുഹമ്മദ് ആയിരുന്നോ അതോ പ്രപഞ്ചമുണ്ടാക്കിയ ദൈവമായിരുന്നോ എന്ന് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് ഒരുപാട് ഒന്നും ചിന്തിക്കാതെ തന്നെ മനസ്സിലാവും. 27. വിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവോടും റസൂലിനോടും വഞ്ചന കാണിക്കരുത്. നിങ്ങൾ വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട കാര്യങ്ങളിൽ അറിഞ്ഞുകൊണ്ട് വഞ്ചന കാണിക്കുകയും ചെയ്യരുത്. അപ്പോൾ മുഹമ്മദിനെ ആരോ കാര്യമായിട്ട് വഞ്ചിച്ചിട്ടുണ്ട്. മുഹമ്മദിനെ വഞ്ചിച്ചാൽ പിന്നെ അത് അള്ളാഹുവിനെ വഞ്ചിക്കലാണല്ലോ. അള്ളാഹു വഞ്ചിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ പിന്നെ എന്തിനാ കൊള്ളുക? അള്ളാഹു എങ്ങനെയാണ് വഞ്ചിക്കപ്പെട്ടത്? 2 സന്ദർഭങ്ങളാണ് മുഫസ്സിറുകൾ ഇതിൻ്റെ സബബുൻ നുസൂലായിട്ട് പറഞ്ഞിട്ടുള്ളത്. രണ്ടും വളരെ വ്യത്യസ്തവും വളരെ വ്യത്യസ്തമായ കാലഘട്ടത്തിൽ നടന്നതുമായിട്ടുള്ള സംഭവങ്ങളാണ്. ഒന്ന് പറയുന്നത് ബനു ഖുറൈള യുദ്ധത്തിൻ്റെ സമയത്താണ് മുഹമ്മദിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ മുഹമ്മദിനെ ചതിച്ചത്. വേറൊരു സംഭവം പറയുന്നത് മക്ക വിജയത്തിൻ്റെ സമയത്താണ് മുഹമ്മദിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ മുഹമ്മദിനെ ചതിച്ചത്. ഇവിടെ ഇസ്ലാമിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ ക്രൂരമായ ഒരു കൂട്ടക്കൊലയായിരുന്നു ബനു ഖുറൈള കൂട്ടക്കൊല. ഈ ബനു ഖുറൈള ജൂതഗോത്രത്തിനെതിരെ മുഹമ്മദ് നടത്തിയ ഈ കൂട്ടക്കൊലയുടെ സന്ദർഭത്തിൽ ആ കൂട്ടക്കൊല നടക്കാതിരിക്കാൻ വേണ്ടി മുഹമ്മദിൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ തന്നെ പരിശ്രമിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഒരു പരിശ്രമം നടത്തിയ ഒരാളെയാണ് ഇവിടെ ചതിയൻ എന്ന രീതിയിൽ കുറ്റപ്പെടുത്തുന്നത് എന്നാണ് വാഹിദിയൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. ഇതേ സംഭവം തന്നെ അമാനി മൗലവിയൊക്കെ വിശദീകരിക്കുന്നുണ്ട്. അബൂ ലുബാബ എന്ന് പറയുന്ന ഒരാൾ ബനു ഖുറൈളക്കാരെ 10-20 ദിവസം ആ ഗോത്രത്തെ വളഞ്ഞിട്ട് ഉപരോധിച്ച സമയത്ത്, അവർ സമ്പൂർണ്ണമായി കീഴടങ്ങിയ സമയത്ത് അവരെ എന്ത് ചെയ്യണമെന്ന ഒരു തീരുമാനത്തിൽ എത്തുന്നതിന് വേണ്ടി മുഹമ്മദ് ചില ഗൂഢതന്ത്രങ്ങൾ നടത്തി.
മുഹമ്മദ് അനുയായികളെ കബളിപ്പിച്ചുകൊണ്ട് ചില തന്ത്രങ്ങളും ചില ചതിപ്രയോഗങ്ങളും നടത്തി. അവരെന്താണ് ചെയ്യാൻ പോകുന്നത് എന്നറിയാൻ അവർ ആകാംക്ഷയോടുകൂടി ജീവനും കൊണ്ടിരിക്കുന്ന സമയത്ത് ബന്ധപ്പെടാൻ പറ്റുന്നവരോടൊക്കെ അവർ ആവശ്യപ്പെട്ടു, ബനൂ നദീർ ഗോത്രക്കാരെ, ഞങ്ങളുടെ സഹഗോത്രക്കാരെ ചെയ്തതുപോലെ ചെയ്തോളൂ, ഞങ്ങളുടെ സ്വത്തും മുതലൊക്കെ നിങ്ങൾ എടുത്തോളൂ, ഞങ്ങളെ ജീവൻ മാത്രം വിട്ട് എന്നാൽ ഞങ്ങൾ നേരെ സിറിയയിലേക്കോ എവിടേക്കെങ്കിലും ഞങ്ങൾ പോയിക്കോളാം, അവർ പോയയിടത്തേക്ക് ഞങ്ങളും പോയിക്കോളാം എന്നാണ് ബനൂ ഖുറൈളക്കാർ ആവശ്യപ്പെട്ടത്. ബനൂ നദീറിനെ തന്നെ മുഹമ്മദ് കൂട്ടക്കൊല ചെയ്യണമെന്നാണ് ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ മദീനയിലെ ചില ഗോത്ര നേതാക്കന്മാരുടെ നിർബന്ധ ബുദ്ധി കാരണം മുഹമ്മദിന് അങ്ങനെ ചെയ്യാൻ കഴിയാതെ വരികയും അവസാനം അവരുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് അവരെ നാട് കടത്തുകയും ചെയ്തു. അതുപോലെ ഞങ്ങളെയും നാട് കടത്തിയാൽ മതി എന്ന് ബനൂ ഖുറൈളക്കാർ ആവശ്യപ്പെട്ടു മുഹമ്മദിൻ്റെ കൂടെയുള്ളവരോട്. പക്ഷേ മുഹമ്മദ് അതിന് തയ്യാറായിരുന്നില്ല. മുഹമ്മദ് അതിനു മുമ്പ് തന്നെ അവരെ കീഴടങ്ങിക്കഴിഞ്ഞാൽ അവരെ കൂട്ടക്കൊല ചെയ്യണമെന്നുള്ളത് തീരുമാനിക്കുകയും ആ തീരുമാനം അവരെ അറിയിക്കുന്നതിന് വേണ്ടി സഅദ് ഇബ്നു മുആദയെ ചുമതലപ്പെടുത്തി. സഅദ് ഇബ്നു മുആദയാണ് ഇതിൽ വിധി പറയുക, ആ വിധിക്കനുസരിച്ചായിരിക്കും ഞാൻ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് മുഹമ്മദ് അവിടെ ഒരു നാടകം കളിച്ചു. ആ തീരുമാനം മുഹമ്മദിൻ്റെ കൂടെ ഉള്ളവർക്കും അറിയാമായിരുന്നു, ഈ അബൂ ലുബാബയ്ക്കും അറിയാമായിരുന്നു. അബൂ ലുബാബയ്ക്കാണെങ്കിൽ അയാളുടെ സ്വത്തുക്കളും അയാളുടെ മക്കളും ഒക്കെ ഈ ബനൂ ഖുറൈള ഗോത്രക്കാരുടെ കൂടെയായിരുന്നു. അതുകൊണ്ട് തന്നെ ബനൂ ഖുറൈള ഗോത്രക്കാരെ കൊല്ലുന്നതിനോട് ഒരു യോജിപ്പും ഉണ്ടായിരുന്നില്ല. എങ്ങനെയെങ്കിലും അവരെ രക്ഷപ്പെടുത്തണം എന്ന് ആഗ്രഹിച്ചിരുന്ന ആളാണ് അബൂ ലുബാബ. അപ്പോൾ അബൂ ലുബാബ ഇവരിങ്ങനെ ആകാംക്ഷയോടുകൂടി ഞങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നറിയാതെ നിൽക്കുന്ന സമയത്ത് അബൂ ലുബാബ അവർക്ക് ഒരു സിഗ്നൽ കാണിച്ചു കൊടുത്തു. തീരുമാനം വരാൻ പോകുന്നത് നിങ്ങളെയൊക്കെ കഴുത്തറക്കാനാണ് എന്നുള്ളത്. നിങ്ങളെയൊക്കെ കഴുത്തറക്കാൻ പോവുകയാണ് എന്ന തീരുമാനം ഇങ്ങനെ കഴുത്തിൽ അറക്കുന്നതായിട്ട് സിഗ്നൽ കാണിച്ചുകൊണ്ട് അബൂ ലുബാബ അവർക്ക് സൂചന നൽകി എന്നാണ്. ഇനി അബൂ ലുബാബ അങ്ങനെ സൂചന നൽകിയതുകൊണ്ട് അവർക്ക് രക്ഷപ്പെടാനുള്ള വഴിയൊന്നുമില്ല. മുഹമ്മദിന് സമ്പൂർണ്ണമായി കീഴടങ്ങിയ സമയമാണ്. അവരെന്തായാലും മുഹമ്മദ് കൊല്ലാൻ തീരുമാനിച്ചാൽ കൊല്ലും. പക്ഷേ ഇങ്ങനെ ഒരു സിഗ്നൽ കാണിച്ചു കൊടുത്തു എന്നതിൻ്റെ പേരിൽ അബൂ ലുബാബ പിടിക്കപ്പെട്ടു. അബൂ ലുബാബ വലിയ ചതിയനാണെന്നും മുനാഫിക്കാണെന്നും നമ്മുടെ ഗോത്രത്തെ ചതിക്കുന്നവനാണ് എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ടുള്ള ആക്ഷേപങ്ങൾ ഉണ്ടായി. ആ ആക്ഷേപത്തിൻ്റെ ഭാഗമായിട്ടാണ് മുഹമ്മദ് ഈ ആയത്തിറക്കിയത് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. ഇതാണ് ഒരു സന്ദർഭമായിട്ട് പറയുന്നത്. മറ്റൊരു സന്ദർഭമായിട്ട് പറയുന്നത് മക്ക കീഴടക്കിയതും ഇതുപോലെയുള്ള ഒരു ചതിയിലൂടെയാണ്. നമുക്കറിയാം ഹുദൈബിയ സന്ധി എന്ന് പറഞ്ഞുകൊണ്ട് 10 കൊല്ലത്തേക്ക് നിരായുധീകരണ കരാറുണ്ടാക്കി അവരുടെ ശ്രദ്ധ തിരിച്ചതിന് ശേഷം തൊട്ടടുത്ത വർഷം തന്നെ ആ കരാറൊക്കെ സമ്പൂർണ്ണമായിട്ടും നഗ്നമായിട്ടും ലംഘിച്ചുകൊണ്ട് മുഹമ്മദ് മക്ക ചതിയിൽ കീഴടക്കാൻ തീരുമാനിച്ചിരുന്നു. മക്കയിലേക്ക് താൻ ഉംറ ചെയ്യാൻ വരികയാണ് എന്ന വ്യാജേന സൈന്യത്തെയും കൊണ്ട് പോവുകയാണ് മുഹമ്മദ് ചെയ്തത്. ഒരു തവണ പോയി, എന്നിട്ട് ഉംറ എന്ന് പറഞ്ഞ് തിരിച്ചു വന്നിട്ട് അടുത്ത പ്രാവശ്യം വീണ്ടും മാസങ്ങൾക്ക് ശേഷം വീണ്ടും വലിയൊരു സൈന്യത്തെയും കൊണ്ടിട്ട് മുഹമ്മദ് മക്ക കീഴടക്കാൻ വേണ്ടി പോവുകയാണ്. അത് മക്കക്കാർക്ക് അറിയില്ലായിരുന്നു. മക്കക്കാർ മുഹമ്മദിനെ വിശ്വസിച്ചുകൊണ്ട് മുഹമ്മദ് ഈ കരാറ് ലംഘിക്കുകയില്ല എന്ന വിശ്വാസത്തിലിരിക്കുന്ന സമയത്ത് മക്കക്കാരെ ചതിച്ച് കീഴടക്കാൻ വേണ്ടി പോവുകയായിരുന്നു. ആ വിവരങ്ങൾ അറിഞ്ഞ ഹാത്തിബ് എന്ന് പറയുന്ന ഒരാൾ ഒരു കത്ത് എഴുതിയിട്ട് മക്കക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി. ആ കത്ത് മുഹമ്മദിൻ്റെ ചാരന്മാർ മുഖേന മുഹമ്മദ് പിടിക്കുകയും ഹാത്തിബിനെ വിചാരണക്ക് ഹാജരാക്കുകയും ചെയ്തു. ഹാത്തിബിനെ കൊണ്ടുവരുമ്പോൾ തന്നെ ഉമ്മർ പറഞ്ഞു, ഞാനിപ്പോൾ തലവെട്ടും എന്ന് പറഞ്ഞു. അപ്പോൾ മുഹമ്മദ് പറഞ്ഞു, വേണ്ട, തലവെട്ടണ്ട, ബദറിലൊക്കെ ഒരുപാട് സേവനം ചെയ്ത ആളാണ്, അവന് ചെയ്ത തെറ്റിന് അവനെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം കൊല്ലാതിരുന്നു. ഈ സംഭവത്തെ ഉദ്ദേശിച്ചുകൊണ്ടാണ്, ഈ ഹാത്തിബിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് അള്ളാഹുവിനെ ചതിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആയത്തിറക്കിയത് എന്നാണ് മറ്റൊരു വ്യാഖ്യാനം. ബനൂ ഖുറൈളക്കാർക്ക് സൂചന നൽകിയ അബൂ ലുബാബ, അതല്ലെങ്കിൽ മക്കക്കാർക്ക് കീഴടക്കാൻ പോവുകയാണ് എന്നതിൻ്റെ സൂചന മുൻകൂറായി നൽകാൻ ശ്രമിച്ച ഹാത്തിബ്, ഈ രണ്ടിലൊരാളെക്കുറിച്ചാണ് ഈ ആയത്തിറങ്ങിയത് എന്നാണ് മുഫസ്സിറുകൾ എഴുതി വച്ചിട്ടുള്ളത്. ഇതിൽ നിന്നൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് വ്യക്തമാകുന്നത്. മുഹമ്മദിൻ്റെ കൂടെ ഉണ്ടായിരുന്ന, ബദർ യുദ്ധത്തിൽ മുഹമ്മദിന് വേണ്ടി ഒരു യുദ്ധം ചെയ്തു എന്ന് പറയുന്ന ആളും മുഹമ്മദിൻ്റെ കൂടെ സന്തത സഹചാരിയായി ഉണ്ടായിരുന്ന ആളും ഒക്കെ തന്നെയാണ് ഈ പറഞ്ഞ ആളുകളൊക്കെ. ഇവരാരും യഥാർത്ഥത്തിൽ മുഹമ്മദിലോ മുഹമ്മദിൻ്റെ അള്ളാഹുവിലോ ഒന്നും ആത്മാർത്ഥമായി വിശ്വസിച്ചിരുന്നവരല്ല. മുഹമ്മദിനേക്കാൾ കുറച്ചും കൂടെ മനുഷ്യത്വമുള്ളവരായിരുന്നു. മക്ക ചതിയിൽ കീഴടക്കുന്നതിനോട് വിയോജിപ്പുള്ളവരായിരുന്നു.
ബനൂ ഖുറൈളക്കാരെ കൂട്ടക്കൊല ചെയ്യുന്നതിനോട് വിയോജിപ്പുള്ളവരായിരുന്നു. മുഹമ്മദിൻ്റെ മനുഷ്യത്വരഹിതമായിട്ടുള്ള ഇത്തരം കാടൻ നടപടികളിൽ അസംതൃപ്തരായിരുന്നു മുഹമ്മദിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ. അതുകൊണ്ട് തന്നെ അവരൊന്നും മുഹമ്മദിൽ വേണ്ടത്ര വിശ്വാസം അർപ്പിച്ചിരുന്നവരായിരുന്നില്ല. മുഹമ്മദിനേക്കാൾ നല്ല മനുഷ്യരായിരുന്നു എന്നതുകൊണ്ടാണ് അവർ ചില സന്ദർഭങ്ങളിൽ മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടി ഇത്തരം പ്രവർത്തികൾ നടത്തിയത്. ഹിറ്റ്ലർ ജൂതന്മാരെ മുഴുവൻ കൂട്ടക്കൊല ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ജൂതന്മാരിൽ കുറച്ചു പേരെങ്കിലും രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ത്യാഗം സഹിച്ച ചില ഡോക്ടർമാരുടെയും ചില ജൂതരല്ലാത്ത ആളുകളുടെയും ഒക്കെ കഥകൾ നമ്മൾ ചരിത്രത്തിൽ കാണുന്നുണ്ട്. അവരുടെയൊക്കെ ആ മനുഷ്യത്വം വാഴ്ത്തപ്പെടുന്നു ചരിത്രത്തിൽ. അതുപോലെ മുഹമ്മദിൻ്റെ കൂടെ ഉണ്ടായിരുന്ന, മുഹമ്മദ് എന്ന ഹിറ്റ്ലറേക്കാൾ ക്രൂരനായ മനുഷ്യൻ്റെ കൂടെ ഉണ്ടായിരുന്ന മനുഷ്യത്വമുണ്ടായിരുന്ന ചില ഒന്നോ രണ്ടോ വ്യക്തികളെയാണ് ഇവിടെ അള്ളാഹുവിനെ ചതിച്ചവർ എന്ന് പറഞ്ഞുകൊണ്ട് ചീത്ത പറയുന്നത്. 28. നിങ്ങളുടെ സ്വത്തുക്കളും നിങ്ങളുടെ സന്താനങ്ങളും ഒരു പരീക്ഷണമാണെന്നും അള്ളാഹുവിങ്കലാണ് മഹത്തായ പ്രതിഫലമുള്ളതെന്നും നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുക. ഇവിടെ അബൂ ലുബാബ അയാളുടെ സ്വത്തുക്കളും അയാളുടെ മക്കളും ബനൂ ഖുറൈള ഗോത്രക്കാരുടെ കൈവശമായിരുന്നു. മക്കളെ സംരക്ഷിക്കാൻ അവർ ജൂതന്മാരെ ഏൽപ്പിച്ചിരുന്നു എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു. അങ്ങനെ മക്കളെ സംരക്ഷിക്കാനും അവരെ ഏൽപ്പിച്ചിരുന്നു. അബൂ ലുബാബയുടെ സ്വത്തുക്കളും ജൂതരുടെ കയ്യിലായിരുന്നു. കാരണം ജൂതരെന്ന് പറയുന്നത് അന്നത്തെ ബാങ്കാണ്. അന്ന് സമ്പത്തൊക്കെ, മറ്റുള്ളവരുടെ സമ്പത്തൊക്കെ സൂക്ഷിക്കുന്ന പണി അവർക്കുണ്ടായിരുന്നു. അങ്ങനെ അബൂ ലുബാബയുടെ സ്വത്തും മക്കളും സൂക്ഷിച്ചിരുന്നത് ഈ ബനൂ ഖുറൈള ഗോത്രക്കാരുടെ കൈവശമായിരുന്നു. അതുകൊണ്ട് തന്നെ ബനൂ ഖുറൈളക്കാരെ കൂട്ടക്കൊല ചെയ്യുന്നതിന് അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരുന്നില്ല. അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് അള്ളാഹു ഇങ്ങനെ പറയുന്നത്, നിങ്ങളുടെ സ്വത്തുക്കളും നിങ്ങളുടെ സന്താനങ്ങളും ഒരു പരീക്ഷണമാണെന്നും അള്ളാഹുവിങ്കലാണ് മഹത്തായ പ്രതിഫലമുള്ളതെന്നും നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുക. അള്ളാഹുവിൻ്റെ അടുത്താണ് വലിയ പ്രതിഫലം ഉള്ളത്. അതുകൊണ്ട് തൽക്കാലം ഇവിടുന്ന് മക്കളെ സ്വത്തിൻ്റെയും കാര്യം വിചാരിച്ചിട്ടൊന്നും നിങ്ങൾ ഈ കൂട്ടക്കൊലയെ തടയാൻ ശ്രമിക്കേണ്ട, അതിൽ അസംതൃപ്തരാവേണ്ടതില്ല എന്നാണ് ഇവിടെ പറയുന്നത്. 29. വിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിച്ച് ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സത്യവും അസത്യവും വിവേചിക്കുവാനുള്ള കഴിവ് അവൻ ഉണ്ടാക്കിത്തരും. അവൻ നിങ്ങളെ തിന്മകൾ മായ്ച്ചു കളയുകയും നിങ്ങൾക്ക് പുറത്തു തരികയും ചെയ്യുന്നതാണ്. അള്ളാഹു മഹത്തായ അനുഗ്രഹമുള്ളവനാകുന്നു. ഇത് ഇസ്ലാമിലെ ഏറ്റവും വൃത്തികെട്ട ഒരു സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനമാണ്. അള്ളാഹു നിങ്ങളുടെ തിന്മകൾ മായ്ച്ചു തരും, നിങ്ങൾ അള്ളാഹുവിന് വേണ്ടത് ചെയ്തു കൊടുത്താൽ എന്നാണ് ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം. അള്ളാഹുവിന് വേണ്ടത് ചെയ്തു കൊടുക്കാമെന്ന് ഈ ഖുർആനിൽ ഇത് പറയുന്ന സമയത്ത് മുഹമ്മദ് ഉദ്ദേശിച്ചത്, മുഹമ്മദ് എന്താണോ ആഗ്രഹിക്കുന്നത്, മുഹമ്മദ് എന്താണോ ഉദ്ദേശിക്കുന്നത്, അതിൽ മുഹമ്മദിനോട് സമ്പൂർണ്ണമായിട്ട് സഹകരിക്കുക. അങ്ങനെയാണെങ്കിൽ അള്ളാഹു നിങ്ങൾ ചെയ്ത പാപങ്ങളെല്ലാം പൊറുക്കും. ഇത് നേരത്തെ പറഞ്ഞ ഈ സംഭവത്തിൽ ഉമർ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ അവനെ കൊല്ലേണ്ടതില്ല, അവൻ ബദർ യുദ്ധത്തിലൊക്കെ പങ്കെടുത്ത ആളാണ്, അവൻ അള്ളാഹു മാപ്പ് കൊടുത്തോളും എന്ന് പറഞ്ഞല്ലോ. ആ സംഭവമാണ് ഇവിടെ പറയുന്നത്. ഇവൻ ചെയ്ത തെറ്റുകളൊക്കെ അള്ളാഹു പൊറുക്കും. അള്ളാഹു പൊറുക്കണമെങ്കിൽ ഇനി ഇവിടുന്ന് അങ്ങോട്ട് അള്ളാഹുവിനെ സമ്പൂർണ്ണമായിട്ട് അനുസരിച്ചാൽ മതി എന്ന് ഈ തെറ്റ് ചെയ്തു എന്ന് മുഹമ്മദ് ആരോപിച്ച വ്യക്തിയോട് മുഹമ്മദ് പറയുന്നതാണിത്. ഇതൊക്കെ ഒരു പൊതു സിദ്ധാന്തമായിട്ട് ഈ ഖുർആനിൽ വന്നതുകൊണ്ടാണ് ഇന്നും മുസ്ലിം വിശ്വാസികൾ കരുതുന്നത് ഒരുപാട് തിന്മകൾ ചെയ്താലും ഒരു കുഴപ്പമില്ല, അള്ളാഹുവിന് വേണ്ടത് ഇങ്ങനെ ചെയ്തു കൊടുത്താൽ മതി. ഒരു ഹജ്ജ് പോയി ചെയ്തു കഴിഞ്ഞാൽ ഒരു കൊല്ലം ചെയ്ത തിന്മകളെല്ലാം പൊറുക്കും. ഒരു ഉംറ ചെയ്താൽ ഒരു കൊല്ലത്തെ തിന്മകൾ പൊറുക്കും. ഒരു യാസീൻ ഓതിയാൽ ഒരു ദിവസത്തെ തിന്മകൾ പൊറുക്കും. ഒരു നോൽമ്പ് നോറ്റാൽ ഒരു മാസത്തെ തിന്മകൾ പൊറുക്കും. ഇങ്ങനെയുള്ള കുറേ സിദ്ധാന്തങ്ങൾ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അപ്പം മനുഷ്യർക്ക് തുരുതുരാ തിന്മകൾ ചെയ്യാനും തിന്മകൾ പൊറുക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിന് എന്തെങ്കിലുമൊക്കെ നക്കാപ്പിച്ച് ചെയ്തു കൊടുക്കാനുമാണ് ഈ മതം പഠിപ്പിക്കുന്നത്. ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ ധാർമ്മിക തകർച്ചയുടെ കാരണവും ഇതുതന്നെയാണ്. എന്ത് തെറ്റ് ചെയ്താലും അതൊക്കെ ദൈവം പൊറുക്കും. ദൈവത്തിന് ചില കർമ്മങ്ങളോ ചില അനുഷ്ഠാനങ്ങളോ ഒക്കെ ചെയ്ത് ദൈവത്തിനെ ഒന്ന് സന്തോഷിപ്പിച്ചാൽ മതി, നിങ്ങൾക്ക് എന്ത് തെമ്മാടിത്വം ചെയ്യാമെന്ന സിദ്ധാന്തം ഇതിനകത്ത് ഒളിച്ച് കടത്തിയിട്ടുണ്ട്. സഹജമായി തന്നെ തിന്മ ചെയ്യാൻ വാസനയുള്ള ആളുകൾക്ക് ഈ വിശ്വാസം വലിയ ആശ്വാസം നൽകുന്ന ഒരു സംഭവമാണ്. എന്ത് തെറ്റ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, അള്ളാഹ് പുറത്തോളും, അള്ളാഹ്ക്ക് കൊടുക്കേണ്ടത് കൊടുത്താൽ മതി. അതുകൊണ്ടാണ് യത്തീംഖാനയിൽ നിന്ന് 3 കോടി കട്ടയാളും 40 പ്രാവശ്യം ഹജ്ജിന് പോയിട്ടും ദിവസം 5-ലേറെ തവണ നിസ്കരിച്ച് നെറ്റിയിൽ നീണ്ട നിസ്കാര തഴമ്പുണ്ടാക്കിയിട്ടും
കുറ്റബോധമില്ലാതെ ജീവിക്കുന്നത്. ഇതെല്ലാം മതവിശ്വാസികൾക്കിടയിലുമുണ്ട്. തിന്മകൾ ചെയ്തിട്ട് ആ ചെയ്ത തിന്മയിൽ നിന്ന് കിട്ടിയ ലാഭത്തിൻ്റെ ഒരു പങ്ക് ദൈവത്തിൻ്റെ ഭണ്ഡാരപ്പെട്ടിയിൽ നിക്ഷേപിച്ചാൽ മതിയെന്നും ദൈവം പൊറുത്തോളുമെന്നും വിചാരിക്കുന്ന, പൊറുക്ക മാത്രമല്ല ദൈവം തന്നെ പോലീസ് പിടിക്കാതെ രക്ഷപ്പെടുത്തിക്കൊള്ളുമെന്ന് പോലും വിശ്വസിക്കുന്ന വിശ്വാസികൾ നമ്മുടെ നാട്ടിലുണ്ട്. ഈ വിശ്വാസത്തിൻ്റെ അടിത്തറയാണ് ഈ പറഞ്ഞത്, അള്ളാഹു പൊറുക്കും, നിങ്ങൾ എന്ത് തിന്മ ചെയ്താലും അള്ളാഹുവിനനുസരിച്ച് അങ്ങോട്ട് ജീവിച്ചാൽ മതി എന്ന്. ഇത് ശരിക്കും അഴിമതിയാണ്. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഉദ്യോഗസ്ഥരും പോലീസുകാരും രാഷ്ട്രീയക്കാരും ഭരണാധികാരികളും ഒക്കെ ചെയ്യുന്ന പണിയാണിത്. നമ്മൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ കൈക്കൂലി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നിയമവിരുദ്ധമായി ചെയ്ത കാര്യങ്ങളൊക്കെ പുറത്തിട്ട് നമുക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു തരും. അതിനാണ് അഴിമതി എന്ന് പറയുന്നത്. ഈ അഴിമതി തന്നെയാണ് ഏറ്റവും വലിയ അധാർമികത എന്ന് പറയുന്നത്. ഇവിടെ ദൈവം തന്നെ ഒരു അഴിമതിക്കാരനും ഒരു അധാർമികവാദിയുമാണ് എന്നാണ് ഈ ഖുർആൻ വാക്യം തെളിയിക്കുന്നത്. 30 നിന്നെ ബന്ധനസ്ഥരാക്കുകയോ കൊല്ലപ്പെടുകയോ നാട്ടിൽ നിന്ന് പുറത്താക്കുകയോ ചെയ്യാൻ വേണ്ടി നിനക്കെതിരായി സത്യനിഷേധികൾ തന്ത്രം പ്രയോഗിച്ചിരുന്ന സന്ദർഭം അവർ തന്ത്രം പ്രയോഗിക്കുന്നു, അള്ളാഹുവും തന്ത്രം പ്രയോഗിക്കുന്നു, എന്നാൽ അള്ളാഹുവാണ് തന്ത്രം പ്രയോഗിക്കുന്നവരിൽ മെച്ചപ്പെട്ടവൻ. അള്ളാഹുവിൻ്റെ ഒരു നിലവാരപതി തന്നെ മനസ്സിലാക്കാം. മുഹമ്മദിനെ അബൂ താലിബിൻ്റെ മരണശേഷം മക്കയിൽ നിന്ന് പുറത്താക്കാനോ അതല്ലെങ്കിൽ മുഹമ്മദിനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനോ മക്കയിൽ കുറച്ച് ആൾക്കാർ ഗൂഢാലോചന നടത്തിയിരുന്നു എന്നൊക്കെയാണ് ചരിത്രത്തിൽ പറയുന്നത്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് മക്കയിൽ നിന്ന് മുഹമ്മദ് മദീനയിലേക്ക് പോകുന്നത് എന്നൊക്കെയാണ് ഒരു വേർഷൻ. പക്ഷേ മുഹമ്മദ് മദീനയിലേക്ക് പോരുന്നത് അബൂ താലിബൊക്കെ മരിക്കുന്നതിന് മുമ്പ് തന്നെ പ്ലാൻ ചെയ്തതും അതിനു മുമ്പ് തന്നെ കരാറുണ്ടാക്കിയതും ഒക്കെ നമുക്ക് ചരിത്രത്തിൽ കാണുകയും ചെയ്യാം. അപ്പോൾ മുഹമ്മദ് അങ്ങനെ ഒരു പ്രത്യേക ഘട്ടത്തിൽ നിവൃത്തിയില്ലാതെ അങ്ങോട്ട് പോയതൊന്നുമല്ല. മുഹമ്മദ് 2-3 കൊല്ലത്തെ ആവർത്തിച്ചുള്ള കരാറ് പുതുക്കലിൻ്റെ ഭാഗമായിട്ട് പ്ലാൻ ചെയ്തിട്ടാണ് മദീനയിലേക്ക് പോകുന്നത്. മുഹമ്മദിൻ്റെ മനസ്സിൽ എന്തൊക്കെ മദീനയിലെത്തിയിട്ട് മുഹമ്മദ് ചെയ്തോ അതെല്ലാം മനസ്സിൽ നേരത്തെ പ്ലാൻ ചെയ്തിരുന്നു എന്നതിന് ഖുർആനിൽ തന്നെ നിരവധി സൂചനകൾ നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ ഈ കഥയിലൊന്നും വലിയ കഥയില്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. പക്ഷേ അങ്ങനെ ഒരു കഥ മുഹമ്മദ് പറഞ്ഞുണ്ടാക്കി, ആ കഥയ്ക്കനുസരിച്ച് ഖുർആനിലും ചില വചനങ്ങൾ നമുക്ക് കാണാം എന്ന് മാത്രം. മുഹമ്മദിനെതിരായിട്ട് അവരെന്തോ വലിയ ഗൂഢാലോചന നടത്തി എന്ന് മുഹമ്മദ് സ്വന്തം അനുയായികളെയോ അല്ലെങ്കിൽ മദീനക്കാരെയോ ഒക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയുള്ള വെളിപാടുകളൊക്കെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇവിടൊക്കെ നമ്മൾ കാണുന്നത് മുഹമ്മദ് എന്ന ഒരു മനുഷ്യൻ്റെ സ്വാർത്ഥ അഭിലാഷങ്ങളും താല്പര്യങ്ങളും അനുസരിച്ച് ആ സന്ദർഭത്തിനനുസരിച്ച് മുഹമ്മദിന് എന്തൊക്കെയാണോ തൻ്റെ അനുയായികളോട് പറയാനുണ്ടായിരുന്നത് അതെല്ലാം മുഹമ്മദ് അള്ളാഹു എന്ന ഒരു ഫേക്ക് ഐ ഡി വെച്ചുകൊണ്ട് പറയുന്നതാണ് ഇവിടെ കാണുന്നത്. ഇതിനകത്തുള്ള ആശയങ്ങളെ നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു മനുഷ്യനെ സൃഷ്ടിച്ച സ്രഷ്ടാവായിട്ടുള്ള ഒരു ദൈവം തൻ്റെ സൃഷ്ടികളായ മനുഷ്യരോട് പറയുന്ന കാര്യങ്ങൾ ആണ് എന്ന് കരുതാവുന്ന ഒരു നിലവാരവും ഈ വാക്യങ്ങളിൽ ഇല്ല. ഒരു ദൈവം ഈ ഒരു നിലവാരത്തിലാണ് സംസാരിക്കുന്നതെങ്കിൽ ആ ദൈവം ഒരു മനുഷ്യനേക്കാൾ തരം താഴ്ന്ന ഒരു ജീവിയാണ് എന്ന് കരുതേണ്ടി വരും. ദൈവത്തിൻ്റെ അല്ല ഈ പുസ്തകം എന്നതിന് ഈ പുസ്തകത്തിലുള്ള എല്ലാ വരികളും തെളിവാണ്. ഒരു ദൈവത്തിൻ്റെ നിലവാരത്തിലുള്ള ഒരു വാചകം പോലും നിങ്ങൾക്ക് ഈ ഖുർആനിൽ കാണാൻ സാധ്യമല്ല. ഒരു ദൈവത്തിനെ മനുഷ്യനേക്കാൾ കുറച്ച് നിലവാരമുള്ള ഒരാളായിട്ടെങ്കിലും സങ്കല്പിക്കുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞത് ബോധ്യപ്പെടും. അതല്ല ദൈവത്തിനെ നിങ്ങൾ ഇന്നത്തെ ഒരു മനുഷ്യനേക്കാളും നിലവാരം കുറഞ്ഞ ഒരു 6-ാം നൂറ്റാണ്ടിലെ ഒരു ഗോത്ര മനുഷ്യൻ്റെ നിലവാരത്തിൽ മാത്രം കാണാൻ നിങ്ങൾക്ക് കഴിയുന്നുവെങ്കിൽ ഇതൊക്കെ ദൈവീകമാണ് എന്ന് വിശ്വസിക്കാനും അതിന് ചെരുപ്പിനനുസരിച്ച് കാല് ചെത്തിക്കൊണ്ട് വ്യാഖ്യാനങ്ങൾ മെനയാനും നിങ്ങൾക്ക് സാധിക്കും. അതുതന്നെയാണ് വിശ്വാസ സംരക്ഷകർ ചെയ്തുകൊണ്ടിരിക്കുന്നതും. അടുത്ത വാക്യം മുതൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം.